കൊച്ചിയിൽ വ്യവസായിയെ ബന്ദിയാക്കി മർദ്ദിച്ച് പണം തട്ടിയതായി പരാതി. തൃപ്പൂണിത്തുറ സ്വദേശി നിഹാസ് മുസ്തഫയെയാണ് ആന്ധ്രയിൽ നിന്നുള്ള സംഘം മർദ്ദിച്ചത്. ആന്ധ്രയിലെ വ്യവസായിയുമായി സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നതിനിടെയാണിത്. കഴിഞ്ഞ ജൂൺ 23 നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. സംഭവിച്ചത് രാവിലെ 23 രാവിലെ ഇവർ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ഈ എഗ്രിമെൻറ്റും പൈസ ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. അല്ല അപ്പോൾ അതിന് ഞാൻ പൈസ തരാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള എഗ്രിമെൻറ്റും ചെക്ക് ലീഫും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇൽപ്പാലത്ത് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്കും പോലീസ് ആദ്യം ഇവരുമായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല, ഞങ്ങൾ നിങ്ങൾ എന്താണെന്ന് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ ആരാ വിളിച്ചതെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് ഐ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അത് എങ്ങനെയെങ്കിലും തീർത്ത് വിടും, അല്ലെങ്കിൽ നിന്നെ ഇവർ കൊണ്ടുപോകും, ആന്ധ്രയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അങ്ങനെ ഇവർ വീണ്ടും എന്നെ നിർബന്ധിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നെ മർദ്ദിച്ചു, എൻ്റെ വീട്ടിൽ മർദ്ദിച്ചു. അപ്പോൾ അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഗ്രിമെൻറ്റും 2 ചെക്ക് ലീഫ് 360 ലക്ഷം രൂപയുടെ 2 ചെക്ക് ലീഫ് ഒപ്പിട്ട് പോയി. SS ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരൺ, എന്താണ് ഈ വ്യവസായിയുടെ പരാതി? പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ നിഹാസ് മുസ്തഫ. നിഹാസ് മുസ്തഫയ്ക്ക് ആന്ധ്രയിലെ വ്യവസായിയായ സൃജൻ കുമാർ റെഡ്ഡിയുമായിട്ട് കഴിഞ്ഞ 5 വർഷമായി ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഒരു തർക്കം നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതായത് 3,60,00,000 സംബന്ധിച്ചായിരുന്നു തർക്കം. ആ തർക്കം പിന്നീട് ആന്ധ്രയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നതാണ്. ആ കേസിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 23-നാണ് ഈ ആന്ധ്രയിലെ വ്യവസായിയായ സൃജൻ കുമാർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം നിഹാസിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം 3,60,00,000 രൂപ നൽകണമെന്ന് പറയുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്നു. അതായത് നിഹാസ് അത്തരത്തിൽ നൽകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോടുകൂടി ഈ തർക്കം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഹിൽ പാലസ് പോലീസ് നൽകിയിരുന്ന നിർദ്ദേശം 2 കൂട്ടരോടും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനാണ്. അങ്ങനെ ഈ 2 കൂട്ടരും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നിഹാസിനെ ബന്ദിയാക്കി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തെന്നുള്ള പരാതി വന്നിരിക്കുന്നത്. അങ്ങനെ മർദ്ദിക്കുക മാത്രമല്ല, നിർബന്ധിച്ച് ചെക്കിൽ ഒപ്പിടിയിച്ചു എന്നുള്ള പരാതി കൂടിയാണ് ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ആ പണം തട്ടി, ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും തന്നിൽ നിന്ന് പണം തട്ടി എന്നുള്ള പരാതി ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ നിഹാസ് മുസ്തഫ നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പരാതിയിൽ പോലീസ് ഇപ്പോഴും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാരണമാണ് ഇത്തരത്തിൽ കേസെടുക്കാതിരിക്കുന്നതെന്നുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. SS ശരനാണ് വിവരങ്ങൾ നൽകിയത്.